കൗൺസിലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും. പക്ഷെ ഏത് രീതിയിൽ കൗൺസിലിംഗ് ചെയ്യണം എന്നറിയാത്ത ആളുകൾ കൗൺസിൽ ചെയ്യുന്നതും കാണാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമായി തീരുന്നതാണ് നമ്മൾ പൊതുവായിട്ട് കാണപ്പെടുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള കൗൺസിലിംഗ് ആണ് പറയപ്പെടുന്നത്: ഡയറക്റ്റീവ് കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആൻഡ് എക്ലക്റ്റിക് കൗൺസിലിംഗ്. ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൗൺസിലർ കൗൺസിലിക്ക് നേരിട്ട് കൊടുക്കുന്ന കൗൺസിലിംഗ് ആണ്. അതായത് കൗൺസിലർ എന്ന് പറയുന്നത് കൗൺസിൽ ചെയ്യുന്ന ആളും കൗൺസിലി എന്ന് പറയുന്ന നമ്മുടെ മുൻപിൽ വരുന്ന ക്ലയന്റുമാണ്. അപ്പോൾ കൗൺസിലർ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങളാണ് കൗൺസിലർ ഓറിയന്റഡ്, അതായത് ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലി ഓറിയന്റഡ് ആണ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്. അതായത് കൗൺസിലി അവരുടെ കാര്യങ്ങൾ നമ്മൾ പറയും, അത് കേൾക്കാനുള്ള ഒരാള് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. മൂന്നാമത് പറയുന്നത് എക്ലക്റ്റിക് കൗൺസിലിംഗ് ആണ്. ചില മുൻപിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും കൗൺസിലർ അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ കറക്റ്റ് സമയത്ത് നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് എക്ലക്റ്റിക് കൗൺസിലിംഗ്. അപ്പം നമ്മുടെ മുൻപിൽ വരുന്ന ആളുകൾ ഏത് രീതിയിലുള്ള ആളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സൈക്കോളജിയിൽ പറയപ്പെടുന്നത്. താങ്ക് യു.